കഴിഞ്ഞ സീസണിൽ ചിന്നസ്വാമിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടിയപ്പോൾ നമുക്ക് ലഭിച്ചത് IPLലെ എക്കാലത്തെയും മികച്ച ത്രില്ലിംഗ് മത്സരങ്ങളിൽ ഒന്നായിരുന്നു. സീസണിലെ ആദ്യ 8 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം മാത്രമുള്ള RCBക്ക് പ്ലേ ഓഫിൽ കടക്കണമെങ്കിൽ തുടർച്ചയായി 6 മത്സരങ്ങൾ ജയിക്കണമായിരുന്നു. അങ്ങനെ 5 മത്സരങ്ങൾ അവർ ജയിച്ചു. ഒടുവിൽ 6ാമത്തെ മത്സരം CSKയുമായി ചിന്നസ്വാമിയിൽ. ടോസ് നഷ്ടപ്പെട്ട് ആദ്യ ബാറ്റിംഗിന് ഇറങ്ങുമ്പോൾ RCBക്ക് മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറഞ്ഞത് 18 റൺസിനെങ്കിലും CSKയെ തോൽപ്പിക്കണം. ഇടയ്ക്ക് മഴ മത്സരം തടസ്സപ്പെടുത്തിയിട്ടും മഴയ്ക്ക് ശേഷം മത്സരം പുനരാരംഭിച്ചപ്പോൾ ബോളേഴ്സിന് മികച്ച പിന്തുണ കിട്ടിയിട്ടും 218 എന്നൊരു സ്കോർ പോസ്റ്റ് ചെയ്യാൻ RCBക്കായി. ബൌളിംഗിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും അവസാന നിമിഷം CSK കത്തിക്കേറി. CSKയ്ക്ക് പ്ലേ ഓഫിൽ കടക്കാനായി 201 റൺസ് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല. സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഒരു സിക്സർ അടിച്ചുകൊണ്ടാണ് MS ധോണി അവസാന ഓവർ എറിയാൻ വന്ന യഷ് ദയാലിനെ സ്വീകരിച്ചത്. എന്നാൽ രണ്ടാം പന്തിൽ ധോണിക്ക് തെറ്റി. ധോണിയുടെ പുറത്താവലിന് ശേഷം പിന്നീട് ബൗണ്ടറികൾ കണ്ടെത്താൻ CSKയ്ക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ 18 റൺസിന് ജയിക്കേണ്ട മത്സരം 27 റൺസിന് RCB ജയിച്ചു. അങ്ങനെ തുടർച്ചയായ 6 മത്സരങ്ങൾ ജയിച്ച് RCB പ്ലേ ഓഫിലുമെത്തി. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഈ മത്സരത്തിനില്ല. ആരായിരിക്കും ഈ മത്സരം വിജയിക്കുക? കമന്റ് ചെയ്യുക. ഈ മത്സരത്തിന്റെ ഫുൾ പ്രിവ്യൂ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.